ഹായ് കൂട്ടുകാരെ, എന്റെ പേര് അയാൻ കൃഷ്. അമ്പുളു അമ്പൂട്ടാന്നൊക്കെ വിളിക്കും. രാവിലെ തന്നെ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് ഇവരെന്നെ എങ്ങോട്ടാണാവോ കൊണ്ടുപോണേ? ആ, അതേ എത്തിപ്പോയി. ഇവിടെ എന്നെ ഇതിനു മുന്നേ ഇവര് കൊണ്ടുവന്നിട്ടുണ്ട്. അന്ന് എനിക്ക് അത്ര നല്ല അനുഭവമൊന്നുമല്ല ഉണ്ടായിരുന്നത്. അവിടെ ഞങ്ങൾ ഇറങ്ങിയിട്ട് അമ്മ പോയി എന്തൊക്കെയോ എഴുതി കുത്തി വന്നു. എന്നിട്ട് എന്നെ ആശാവർക്കർ അമ്മാമ്മയുടെ അടുത്ത് കൊണ്ടുപോയി. പിന്നെ എന്നെ ഒരു സാധനത്തിൽ ഇരുത്തിയേ വെയിറ്റ് നോക്കിയതാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. വീട്ടിൽ തന്നു വിടുവാവോ അത്? പിന്നെ ഞങ്ങൾ വേറൊരു റൂമിലേക്കാ പോയത്. അവിടെ ഒരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അത് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നേ. അവിടുത്തെ നേഴ്സാൻറ്റിമാരും എന്തൊക്കെയോ എഴുതിയെടുക്കുന്നുണ്ടായിരുന്നു. അമ്മ എന്നെ പ്ലേ ഏരിയയിൽ കൊണ്ടുപോയി. നല്ല രസമുണ്ടായിരുന്നു ഇതൊക്കെ കാണാൻ. ഇതുപോലെ ഒരെണ്ണം അച്ഛനോട് വാങ്ങാൻ പറയണം. ഞാൻ അതൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണേ. എന്നാലും ഒരു മനസ്സിലാവണില്ല, എന്തിനാണാവോ ഇവരെന്നെ ഇവിടെ കൊണ്ടുവന്നത്. ബോളൊക്കെ തന്നെ എന്നെ കളിപ്പിക്കുക അമ്മ. ദേ, ഇതെനിക്ക് അവിടെ വെച്ച് കിട്ടിയ ഒരു കൂട്ടുകാരനാണ്. ദേ, ഈ വരുന്ന വരവ് കണ്ടോ? ഒരു കയ്യിലും ഒരു കാലിനും കുത്തു കിട്ടിയിട്ടുള്ള വരവാണ്. ഞാൻ കരഞ്ഞ്. 3 പേര് ചേർന്ന് എന്നെ പിടിച്ചു കുത്തി. ഞാനിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. കരച്ചിൽ മാറ്റാൻ അച്ഛൻ കൂടി ഒളിച്ച് കണ്ട് കളിച്ച്. എന്നിട്ട് എന്റെ സങ്കടം മാറിയില്ല. ഞാൻ എന്തൊക്കെയോ പറഞ്ഞ്. അപ്പൊ അവര് പറയുകയാണേ അമ്പൂട്ടന്റെ കിളി പോയിന്ന്. പിന്നെ ദേ അവിടെ നിന്ന് ഇറങ്ങിയേ. അപ്പൊ സമാധാനമായി, വീട്ടിലേക്കാണല്ലോ എന്ന്. അപ്പോഴാണ് വീട്ടിലേക്കുള്ള വഴിയല്ലല്ലോ ഇത്. ദേണ്ടടാ, ഇവരെന്നെ വേറൊരു ആശുപത്രിയിലേക്കാ കൊണ്ടുപോണേ. ഇവിടെ ഇനി എന്താണാവോ? അവിടെ നിന്ന് വേറൊരു റൂമിൽ പോയേ. റൂമിൽ കുറെ പടമൊക്കെ വരച്ചിട്ടുണ്ടായി. അവിടുത്തെ നേഴ്സ് തന്നെ എനിക്കൊരു പാവനെ തന്നു. അതെനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ എന്തോ ഒരു ചതി മണക്കുന്നുണ്ടേ. എന്നെ പിടിച്ചിരുത്തി അപ്പുറത്തെ കയ്യിലും കിട്ടിയ ഒരു കുത്തു. എന്തിനാണാവോ ഇങ്ങനെ കുത്തണേ? പിന്നെ ഒരു മഞ്ഞ വെള്ളം എടുത്തിട്ട് എന്റെ വായിലൊഴിക്കാൻ വന്നേ. അതാണ് ഞാൻ കരഞ്ഞു കൂകിയത്. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് പോവുകയാണേ. ഇരി ഉടുക്കുകയാണവര്, ഞാൻ നോക്കൂല. പോണ വഴിക്ക് വണ്ടി ഞാൻ എടുക്കാന്ന് അച്ഛടുത്ത് പറഞ്ഞതാ. അച്ഛ പറഞ്ഞ് അമ്മൂന് ക്ഷീണമുണ്ടെന്ന്. അത് ശരിയാ. ഞാൻ വന്നത് കണ്ടോ? എങ്ങനെ കാവടി തുള്ളിപ്പോയ ഞാനാ. തിരിച്ചു വന്നപ്പോഴേ ഈ കോലത്തിലായി.